ഇരിട്ടി നഗരസഭ അംഗൻവാടി വർക്കർ നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റിനെക്കുറിച്ച് അജണ്ട മാറ്റിവെച്ച് പ്രത്യേക വിഷയമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാഞ്ഞതിനെ തുടർന്ന് ഇരിട്ടി നഗരസഭാ യോഗത്തിൽ ബഹളം. റാങ്ക് ലിസ്റ്റിനെതിരെ പുറത്തു നടക്കുന്ന പ്രതിഷേധം കൗൺസിൽ ഹാളിലും കത്തിപ്പടരുകയായിരുന്നു. നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികളായ UDFിൻ്റെയും BJPയുടെയും SDPIയുടെയും ഒന്നിച്ചിട്ടുള്ള പ്രതിഷേധത്തിനും കൗൺസിൽ യോഗം വേദിയായി. കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ മറ്റെല്ലാ അജണ്ടകളും മാറ്റിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഇത് ചെയർപേഴ്സൺ തള്ളിയതോടെയാണ് ബഹളം ആരംഭിച്ചത്. ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ബോർഡിൽ 5 സാമൂഹ്യ പ്രവർത്തകരുടെ പേരുകൾ നൽകിയത് കൗൺസിൽ യോഗം അറിയാതെയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ട് മതി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അജണ്ട അംഗീകരിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ അംഗങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ചെവിക്കൊണ്ടില്ല. നടുക്കളത്തിലിറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ അജണ്ട അംഗീകരിച്ചതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ കൗൺസിൽ ഹാൾ വിട്ടു. ഭരണപക്ഷം സഭ വിട്ടിട്ടും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. UDF അംഗങ്ങൾ ഏറെ നേരം നടുക്കളത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും റാങ്ക് ലിസ്റ്റിന്റെ പകർപ്പ് കീറി എറിയുകയും ചെയ്തു. ഇരിട്ടി മുനിസിപ്പാലിറ്റി 35ഓളം അംഗനവാടികളിൽ നടന്ന നിയമനത്തിൽ തീർത്തും സ്വജനപക്ഷപാതവും അനീതിയുമാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. ഈ മുനിസിപ്പാലിറ്റി യോഗത്തിൽ കൗൺസിൽ യോഗത്തിൽ അത്തരമൊരു അജണ്ട ചർച്ച ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ധിക്കാരപരമായ സമീപനമാണ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള മറ്റ് ഭരണകക്ഷി അംഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവന്റെ ഒരു ജോലി ആവശ്യാർത്ഥം ഏകദേശം 1000ഓളം പേർ പങ്കെടുത്ത ഈ ഇന്റർവ്യൂവ് അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് CPMന്റെ കുടിലൂത്തുകാർക്ക് വേണ്ടി, ഇവിടുത്തെ കൗൺസിലർമാരുടെ ഭാര്യമാർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി തീരെഴുതുന്ന സമീപനമാണ് ഈ ഇന്റർവ്യൂവിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ ഈ ധിക്കാരപരമായ ഈ അനീതിക്കെതിരെ, ഈ സ്വജനപക്ഷപാതത്തിനെതിരെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ അംഗനവാടി ലിസ്റ്റ് വലിച്ചു കയറി പ്രതിഷേധിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളിൽ 5 പൊതുപ്രവർത്തകര് അതിൽ അംഗങ്ങളായിട്ടുണ്ട്. ആ 5 പൊതുപ്രവർത്തകര് നിശ്ചയിക്കുന്നത് കൗൺസിലാണെന്നാണ് അതിൻ്റെ ബൈലോ പ്രകാരം. 5 പൊതുപ്രവർത്തകരെ നിശ്ചയിക്കുന്നത് ഇതുവരെയും ഈ 33 കൗൺസിലർമാരിൽ നമ്മൾ ഒരു വിഭാഗം കൗൺസിലർമാർ ആ ഒരു സംഗതി അറിഞ്ഞിട്ടേ ഇല്ല. കൗൺസിലിൽ ആ ഒരു വ്യവസ്ഥ വെച്ചിട്ടില്ല. രണ്ടാമത് ഇതിലെ കൗൺസിൽ അംഗം എന്നുള്ള നിലയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ സ്വന്തക്കാർക്ക് വേണ്ടി ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട്, അംഗൻവാടി ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് നടത്തിയ സ്വജനപക്ഷപാതത്തിനെതിരെയാണ് UDF അംഗങ്ങളുടെ ഈ ഒരു പ്രതിഷേധം.
ഈ ലിസ്റ്റ് റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ നിയമനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF-ന്റെ ഇതിനിടയിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളായ SDPIയും BJPയും ചെയർമാന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും പിന്നാലെ ചെയർപേഴ്സന്റെ മുറിയിലും എത്തി പ്രതിഷേധിച്ചു. ഇത് ഭരണകക്ഷി അംഗങ്ങളുമായി ഏറെ നേരം വാക്കേറ്റത്തിനും വഴിവെച്ചു. ഈ ഒരു വിഷയം ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.